കുരിശിലെ വിരിമാറിൽ നിന്ന് സൗഖ്യവും സ്വാന്തനവും വേണ്ടുവോളം നുകർന്നവളാണ് പരിശുദ്ധ അമ്മ. കുരിശിലെ സഹനങ്ങൾ അവൾക്ക് സന്തോഷത്തിൻ്റെ സ്നേഹപ്പുതപ്പുകളായിരുന്നു. അമ്മേ, കുരിശിൻ്റെ വഴിയിൽ വീഴാതെ മുന്നേറാൻ നീ ഞങ്ങൾക്ക് തുണയാകണമേ. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാധേയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ അതികുർബാന സുന്നത്തിൻ്റെ ഒരുക്കാണ് ഞങ്ങളുടെ പള്ളിയിൽ. അതിൽ ഒരു മോള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, അച്ഛൻ ഈശോയ്ക്ക് എത്ര ടൈം കൊടുക്കുന്നുണ്ട്? 24 മണിക്കൂറിൽ അച്ഛൻ ഈശോയ്ക്ക് എത്ര ടൈം കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കാം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ കുറേ സമയമൊക്കെ കൊടുക്കാം, നീയും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളിങ്ങനെ ക്ലാസ്സിന് വിടാം. ഞാൻ ഈശോയുടെ അടുത്ത് ചോദിച്ചു, ഈശോ ഞാൻ നിനക്ക് എത്ര നേരം തരണേ? എൻ്റെ ആകാശവും എൻ്റെ ആനന്ദവും നീയാണെന്ന് പറഞ്ഞ് നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് എത്ര ടൈം പറ്റുന്നുണ്ട് ഈശോയെന്ന് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, വിരലിലെണ്ണാവുന്ന മണിക്കൂർ പോലും ഞാൻ എൻ്റെ ഈശോയ്ക്ക് ദിവസത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് തിരിച്ചറിയാം. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, ഈശോയേ എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ. ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഈശോയുടെ അടുത്തിരിക്കാനായിട്ട് സമയമില്ലാത്ത ഒരു കാലത്താണ് നമുക്ക് ജീവിക്കുന്നത്. കുറേയധികം ഉത്തരവാദിത്തങ്ങൾ, കുറേയധികം പ്രോഗ്രാമുകളുടെ ഇടയിലൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൈമിൻ്റെ സോള് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര്, ഞങ്ങൾ വൈദികരൊക്കെ ദിവസങ്ങൾ കളിയാക്കി പറയണം, അച്ഛനെല്ലാം ഓക്കെയാണ്, പക്ഷെ അച്ഛനിങ്ങനെ ഫുള്ളായിട്ട് ഒരു ഡെഡിക്കേഷൻ കാണില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കുറേ പേര്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡെഡിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കളിയാക്കണേ ചോദിക്കുമ്പോൾ, ദൈവത്തിന് സമയം കൊടുക്കാത്തതിൻ്റെ ഒരു സങ്കടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കാറുണ്ട് കുറേ പ്രോഗ്രാമുകളൊക്കെ കട്ട് ചെയ്യാം. ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ വന്നതിന് ശേഷമൊക്കെയുള്ള ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത്, ഇത് വീഡിയോ പ്രൊമോട്ട് ചെയ്യാനൊക്കെയുള്ള തിരക്കിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കർത്താവിനെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് പറ്റാണ്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ വലിയ സങ്കടമൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇടവകക്കാർക്ക് വേണ്ടിയിട്ട്, ധ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാട്ടിന് വേണ്ടിയിട്ട്, പ്രസംഗത്തിനൊക്കെ വേണ്ടി സമയമൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രോഗ്രാം ബേസ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കർത്താവിൻ്റെ അടുത്തിരുന്നിട്ട് ഈശോ ഇത് നിനക്കുള്ള സമയമാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ മെയ് മാസത്തിൽ പരിശുദ്ധമ്മ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് സമയം തരുന്നുണ്ടോ? അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഞാൻ ഈ ദിവസങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. 1.5 മണിക്കൂറാണ് പ്രോഗ്രാം. ഇപ്പോൾ ഈ 1.5 മണിക്കൂർ പ്രോഗ്രാം കാണുന്നത് ഒരു 5000 പേര് 10,000 പേരൊക്കെയാണ് ഏറ്റവും മാക്സിമം. അതിൽ കുറേ പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, എന്ത് ലെങ്തി പ്രോഗ്രാം വെച്ചത്, 1.5 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റില്ല, അതൊന്ന് ഒതുക്കിയിട്ടൊരു 15-20 മിനിറ്റിലേക്ക് ആക്ക്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാനിത് ഒതുക്കണമെന്ന് ചോദിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്നപ്പോൾ അമ്മ പറഞ്ഞേ, എൻ്റെ സ്റ്റാഴ്സ് 1.5 മണിക്കൂർ ഇഷ്ടമുള്ളവർ ഈ പ്രോഗ്രാം കണ്ടാൽ മതി എന്ന് പറ. കർത്താവിൻ്റെ വചനം വെച്ച് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ അവർ നിന്നോട് പറയണതല്ല നീ കേൾക്കുന്നത്. നീ ദൈവത്തിന് സമയം കൊടുത്തിട്ട് ആ സമയത്തിലൂടെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ
അപ്പം ഞാൻ ആ ഒരു പ്രോഗ്രാം കട്ട് ചെയ്യാതെ പ്രാർത്ഥിച്ചു തുടങ്ങി. മണിക്കൂറുകൾ കർത്താവിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ മക്കൾ തന്നെ മാറ്റി പറയാൻ തുടങ്ങി. ദൈവത്തിന് സമയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രോഗ്രാം 1.5 മണിക്കൂർ ആദ്യമൊക്കെ ഭയങ്കര വിരസമായിരുന്നു വെച്ചാൽ. ജപമാലയുണ്ട്, 3/4 മണിക്കൂറാണ് ജപമാല. ഈ ജപമാല പ്രാർത്ഥന, അതിനുശേഷമുള്ള നൊവേന, അമ്മയോട് ചേർന്നുള്ള രക്തക്കണ്ണീരിൻ്റെ ജപമാല, ഇത്രയും ടൈമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഭയങ്കര വിരസമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് ഒരു ഡിവൈൻ ടേസ്റ്റ് എന്ന് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ ദിവസങ്ങളിൽ എനിക്ക് ഇഷ്ടമുള്ള അച്ഛനാണ് ഈ കോഴിക്കോടൊക്കെയുള്ള എൽറൂഹ എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. എൻ്റെ ഒരു പ്രിയപ്പെട്ട അച്ഛനാണ്. അപ്പം എനിക്ക് അച്ഛനായിട്ടുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഞാനിങ്ങനെ പോയിരുന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അച്ഛൻ നമ്മുടെ ലൈഫ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മെൻ്റലീസ് അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ വി ക്യാൻ സേ ദ സെയിം തിങ്, അതൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛനോട് ചിന്തിച്ചിട്ട് പറയാം. എൻ്റെ സ്റ്റാഴ്സിനെ അച്ഛൻ ഇപ്പോൾ ചിന്തിച്ചത് മെൻ്റലിസ്റ്റിൽ ഞാൻ പറയണമെന്നല്ലേ, ഇനി അച്ഛൻ്റെ കാര്യം പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ. പക്ഷേ ഈശോയ്ക്ക് അച്ഛൻ്റെ കുടുംബത്തിൻ്റെ 7 തലമുറകളുടെ കാര്യം പറഞ്ഞുതരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അച്ഛനിങ്ങനെ സ്നേഹമുള്ളവർ ഓരോ തലമുറകളുടെ കാര്യം ഇങ്ങനെ പറയാം. എൻ്റെ അപ്പാപ്പൻ്റെ പേര്, അമ്മമ്മയുടെ പേര്, അപ്പാപ്പൻ്റെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്കറിയാത്ത എൻ്റെ അപ്പാപ്പനറിയാത്ത കാര്യങ്ങൾ വന്നിട്ട് പറയാം. അപ്പം ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അച്ഛനായിട്ടുള്ള കൂട്ടിൻ്റെ പുറത്ത് ചോദിച്ചു, അച്ഛൻ ഇതെങ്ങനെയാണ് അച്ഛനെ പറ്റണേ? ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർ ഇത് ഏത് തരക്കാരാന്ന് പോയിട്ട് ഒന്നും മനസ്സിലാവാണ്ട് പോവാം. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ 1.5 വർഷം ഉണ്ടായിരുന്നു സ്റ്റാഴ്സ. ഞാൻ 1.5 വർഷം ആ ഡൈസിൽ പോലും കയറി നിൽക്കാതെ അവിടെ ഒരു ഒഴിഞ്ഞ കോണിലിരുന്ന് മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എൻ്റെ ദൈവത്തിന് സമയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഐ വിൽ എക്സ്റ്റെൻഡ് യുവർ ടൈം, ഐ വിൽ എക്സ്റ്റെൻഡ് മൈ ഇൻ യുവർ സ്പേസ്, എക്സ്റ്റെൻഡ് യുവർ ലൈഫ് സ്പാൻ. നിൻ്റെ ശരീരത്തിൻ്റെ, നിൻ്റെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ മേഖലകളും ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. സ്നേഹമുള്ളവര്, പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വണക്കമാസം ചൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കളിക്കിട്ട് അച്ഛൻ ഇത് എന്താണ് ഈ വണക്കമാസം പ്രാർത്ഥനയാ? പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈശോയുടെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമയം ഈശോയ്ക്ക് കൊടുത്ത അതൊരു കൃപയ്ക്കുമേൽ കൃപയാക്കി മാറ്റുന്നത് കാണും. ഇത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, നീ വചനം എടുക്കുക, എനിക്ക് എല്ലാത്തിൻ്റെ ഉത്തരം വചന, അല്ലാതെ വേറെ ഒരു സംഭവം കളിയില്ല. ഈ ബൈബിൾ വയ്ക്കാണ്ട് എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ പരിശുദ്ധ അമ്മ തന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് വചനത്തിൽ ഈ സാധനത്തിന് നമുക്കൊരു ഉറപ്പ് തരും. ഹെസക്കിയ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട് ബൈബിളിൽ. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കും നിങ്ങൾ. ഹെസക്കിയ എന്ന് പറഞ്ഞ രാജാവ് തിരക്കുള്ള രാജാവായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ന്യൂജൻ രാജാവായിരുന്നു ഹെസക്കിയ. ഫുള്ള് കാര്യങ്ങളുടെ പിന്നാലെ, ഫുള്ള് ഇങ്ങനെ ഓട്ടമാണ്, ഭയങ്കര പ്രവർത്തന നിരതനായ രാജാവ്. പക്ഷെ പെട്ടെന്നാണ് ജീവിതം ഇങ്ങനെ ഷോർട്ട് സ്പാൻ ആവണേ. അവിടുത്തെ ഏറ്റവും വലിയ വൈദ്യുതി വരെ വന്നിട്ട് പറഞ്ഞു, ആഫ്റ്റർ 3 days, after 72 hours you will die, this is a sure thing. 72 മണിക്കൂർ കഴിഞ്ഞാൽ, 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ട് അവർ മുഴുവൻ ഇങ്ങനെ വിധി എഴുതുകയാണ്. ഹെസക്കിയ രാജാവ് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുള്ള വൈദ്യന്മാരെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ സ്കോപ്പ്. വചനം എഴുതിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് ഹെസക്കിയ രാജാവ് ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഇനിയുള്ള 3 ദിവസം 24 മണിക്കൂർ വീതമുള്ള 3 ദിവസം ഐ എം ഗോയിങ് ടു ഗിവ് ആൻഡ് ഐ വിൽ ഗോയിങ് ടു സെർവ് യു. 3 ദിവസം ഐ ഒബ്സർവ് ആൻഡ് ഐ എം ഒബേയിങ് യുവർ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അവിടെ ഇരിക്കുക. തിരുവചനം എന്താ എഴുതിച്ചെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ സമയം കൊടുക്കാൻ, ദൈവത്തിന് സമയം കൊടുക്കാൻ മടിയുള്ളവരൊക്കെ ഈ വചനം വായിച്ചാൽ നല്ലതാ. കർത്താവ് അവനോട് പറഞ്ഞു, 3 ദിനരാത്രങ്ങൾ എൻ്റെ കുഞ്ഞ് നീ എനിക്ക് തന്നതുകൊണ്ട് ഞാനത് ഐ എം ഗോയിങ് ടു എക്സ്റ്റെൻഡ്. 3 എന്നുള്ളത് 30 ദിവസമല്ല. അവനെങ്ങനെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത് 1,10,000 മണിക്കൂർ കൊടുത്തവന്. 72 മണിക്കൂറിൽ നിന്ന് കർത്താവിന് ടൈം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ, മണിക്കൂറുകൾ മാറ്റി കർത്താവ് ഇങ്ങനെ ദിവസങ്ങൾ, ഒരു മനുഷ്യൻ ജീവിക്കാൻ പോകുന്നത് 36,000 ദിവസമാണ്. എങ്ങനെയൊക്കെ മസിൽ പിടിച്ചാലും, നിങ്ങൾ എത്ര കഴിവുള്ളവനാണ്, എത്ര സമ്പത്തുള്ളവനാണ്, എന്തൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ 36,000 ദിവസത്തിന് ശേഷം വി ആർ നോ മോർ. 100 ദിവസം ജീവിക്കുന്ന മനുഷ്യൻ, 100 ദിവസത്തിൻ്റെ കണക്കേട്ടല്ലേ ഉള്ളൂ ജീവിതം. അതിൽ 2 ലക്ഷം ഉറങ്ങി തീർക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങണവർ, പള്ളിയിലൊക്കെ ധ്യാനത്തിൽ വന്നിരുന്നവർക്ക് ഉറങ്ങണവർ പോട്ടെ, അതൊന്നും ഇല്ലാണ്ട് ഒരു മനുഷ്യൻ 2.5 മണിക്കൂർ ഉറങ്ങണ്. ഇനി ബാക്കിയുള്ള 2.5 മണിക്കൂർ ബാല്യത്തിലും പ്രായമായിട്ടും പോയിട്ട് ബാക്കി 2.5 ലക്ഷം മണിക്കൂറാണ് സം ആൻഡ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളൂ. ഈ 2.5 ലക്ഷം മണിക്കൂറിൽ നീ തമ്പുരാന് സമയം കൊടുക്കാൻ തുടങ്ങിയ കർത്താവ് ആ സമയം എടുത്തുയർത്തും. പരിശുദ്ധ അമ്മയെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതിൻ്റെ കാരണം, അമ്മയോട് ചേർന്ന് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം, അമ്മ ദൈവത്തിന് സമയം കൊടുത്തപ്പോൾ അമ്മ ദൈവത്തിൻ്റെ സമയം ഏറ്റെടുക്കുകയാണ്. അതാണ് മോൻ ചോദിക്കുന്നത്, അമ്മ സമയമായിട്ടില്ല. അതൊക്കെ ഭയങ്കര തിയോളജിക്കൽ നോളജ് അല്ലേ? സമയമായില്ല പോലും.
അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, സാരില്ലടാ, അത്ഭുതം ചെയ്യേ, സമയം ദൈവം നിനക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അമ്മ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ഈ ശുശ്രൂഷയിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അവേ മരിയ. സംഭവം: അമലോത്ഭവനാഥയുടെ തീർത്ഥകേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബൊയോ എന്ന മനുഷ്യൻ കേട്ടു. ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ 20 വർഷം മുമ്പ് പ്രവർത്തനരഹിതമായതാണ്. ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനനി ആയിരിക്കണം. അവിടുത്തെ അത്ഭുത നിരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്നയാൾ വിശ്വസിച്ചു. സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു, മൊസബയിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം. പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു. ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു. ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു, എൻ്റെ കണ്ണിനു കാഴ്ച ലഭിച്ചു. ലൂയിസിൻ്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു. അവിടെ കൂടിയിരുന്നവരും അത്ഭുതസ്തബ്ധരായി. അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിൻ്റെ വസതിയിലേക്ക് പാഞ്ഞു. ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെപ്പോലെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ, എൻ്റെ കണ്ണിനു കാഴ്ച ലഭിച്ചിരിക്കുന്നു. ലൂയിസേ, അത് സാധ്യമല്ല. നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവചിച്ചു. പക്ഷേ തൻ്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി. ഡോക്ടർ ഡോനസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണു പരിശോധിച്ചു. കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു. മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ യൗസേപ്പിനോടുകൂടി ബത്ലഹേം ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ടു ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് ദൈവത്തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമല്ലട്ടെ. ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങു ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ. അങ്ങും അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, റൂഹാദ കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ,
ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി,
കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവീശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹനാക്കണമേ. മെയ് മാസപ്പൂവേ സ്വർഗം ചാർത്തിയൊരഴകേ